ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് തിരുവാരൂരിൽ തമിഴ്നാട് കേന്ദ്ര സർവകലാശാലയുടെ 10ാമത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യും. ആഗോള വെല്ലുവിളികൾ നേരിട്ടപ്പോഴും 7.8% GDP വർധന നേടാൻ ഇന്ത്യക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമികോൺ ഇന്ത്യ 2025 പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. നാളികേരത്തിന്റെ അനന്ത സാധ്യതകൾ തിരിച്ചറിയുകയെന്ന പ്രമേയവുമായി ഇന്ന് ലോക നാളികേര ദിനം. മികച്ച കാർഷിക ഉൽപാദനത്തിന് ശാസ്ത്രീയമായ ജലഭൂവിനിയോഗം ഉറപ്പുവരുത്തണമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ശക്തമായ പ്രതിരോധ നടപടികൾ തുടർന്ന് ആരോഗ്യവകുപ്പ്. തിരുവോണത്തിന് ഇനി 3 നാൾ. നാടെങ്ങും ഓണാഘോഷ തിരക്കിൽ. ഓണം വിശേഷാൽ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്ന് 2 മത്സരങ്ങൾ. കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെയും തൃശൂർ ടൈറ്റൻസ് അദാനി ട്രിവാൻഡ്രം റോയൽസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് തമിഴ്നാട്ടിൽ ചെന്നൈയിൽ സിറ്റി യൂണിയൻ ബാങ്കിന്റെ 120ാമത് സ്ഥാപക ദിനാഘോഷത്തിൽ രാഷ്ട്രപതി ഇപ്പോൾ പങ്കെടുക്കുകയാണ്. തിരുവാരൂരിൽ നടക്കുന്ന തമിഴ്നാട് കേന്ദ്ര സർവകലാശാലയുടെ 10ാമത് ബിരുദദാന ചടങ്ങിലും ശ്രീമതി മുർമു സംബന്ധിക്കും. ലോകത്തിന് ഇന്ത്യയിൽ വലിയ പ്രതീക്ഷയും വിശ്വാസവുമാണുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമികോൺ ഇന്ത്യ 2025 ഉദ്ഘാടനം ന്യൂഡൽഹിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോള വെല്ലുവിളികൾ നേരിട്ടപ്പോഴും ഇന്ത്യക്ക് 7.8% GDP വർധന നേടാൻ സാധിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നിയന്ത്രിച്ചിരുന്ന ആഗോള സാമ്പത്തിക മേഖലയുടെ നിയന്ത്രണം ഇനി മുതൽ ഡിജിറ്റൽ സെമി കണ്ടക്ടർ മേഖലയുടെ കൈവശമായിരിക്കുമെന്ന് ശ്രീ മോദി പറഞ്ഞു. സെമി കണ്ടക്ടർ ഉൽപാദന മേഖലയിലെ സുപ്രധാന കേന്ദ്രമായി മാറാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യയെന്നും ആഗോള വിപണിയിൽ ഇന്ത്യയുടെ പങ്ക് വളരെ വലുതായിരിക്കുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇന്ന് ലോക നാളികേര ദിനം. നാളികേരത്തിന്റെ അനന്ത സാധ്യതകൾ തിരിച്ചറിയാനുള്ള ആഗോള പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമേകുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. 27ാമത് ലോക നാളികേര ദിനാഘോഷത്തോടനുബന്ധിച്ച് നാളികേര വികസന ബോർഡ് എറണാകുളത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ MK രാഘവൻ MP പങ്കെടുത്തു. മികച്ച കാർഷിക ഉൽപാദനത്തിന് ശാസ്ത്രീയമായ ജലഭൂവിനിയോഗം ഉറപ്പുവരുത്തണമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ഭൂവിനിയോഗ വകുപ്പിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് കുറ്റിയാടി കേരസമൃദ്ധി മിഷൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭൂമിയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കി വിളകൾ കൃഷി ചെയ്യണമെന്നും മന്ത്രി പറഞ്ഞു. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ശക്തമായ പ്രതിരോധ നടപടികൾ തുടർന്ന് ആരോഗ്യവകുപ്പ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗികളുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ രോഗബാധയെ തുടർന്ന് 2 പേരാണ് മരിച്ചത്. അപകട സാധ്യത വളരെ കൂടുതലുള്ള രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരമെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷമീർ VK മസ്തിഷ്ക ജ്വര ലക്ഷണങ്ങളുമായി എത്തുന്ന രോഗികളിൽ നിർബന്ധമായും അമീബയുടെ സാന്നിധ്യം പരിശോധിക്കണമെന്നും അദ്ദേഹം ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. അമീബിക് മസ്തിഷ്ക ജ്വരം പൊതുവെ വളരെയധികം അപകട സാധ്യത കൂടുതലുള്ള ഒരു രോഗമായിട്ടാണ് കണക്കാക്കുന്നത്. പനിയുടെ കൂടെ ശക്തമായ തലവേദന, ഛർദി, അപസ്മാരം, പെരുമാറ്റത്തിലെ വ്യത്യാസം, ബോധക്ഷയം ഇങ്ങനത്തെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഇതെല്ലാം എല്ലാ മസ്തിഷ്ക ജ്വരങ്ങളുടെയും ലക്ഷണങ്ങളാണ്. പെട്ടെന്ന് രോഗനിർണയം, ചികിത്സ എന്നതുകൂടി പ്രധാനമാണ്. ഗവൺമെന്റ് ഒരു ഗൈഡ് ലൈൻ പുറത്തിറക്കിയിട്ടുണ്ട് എന്തൊക്കെ മരുന്നുകളാണെന്നുള്ളത്. അപ്പം ആ മരുന്നുകൾ അടങ്ങുന്ന ചികിത്സ എത്രയും നേരത്തെ തുടങ്ങുക എന്നുള്ളത് ഈ ചികിത്സ ഫലവത്താക്കുന്നതിൽ വളരെ പ്രധാനമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ അന്തിമ വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പ്രസിദ്ധീകരിക്കും. 29,81,310 പേരാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷിച്ചിട്ടുള്ളത്. ഇതിൽ 5,595 പേർ പ്രവാസികളാണ്. തിരുത്തലിന് 13,859 അപേക്ഷയും വാർഡ് മാറ്റാൻ 1,80,793 അപേക്ഷയും ലഭിച്ചു. പേരൊഴിവാക്കാൻ 3,806 പേരാണ് അപേക്ഷ നൽകിയത്. 28,731 പേരെ നീക്കാൻ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ സ്വമേധയാ നോട്ടീസ് നൽകി. കണ്ണൂർ ജില്ലയിൽ മഞ്ഞപ്പിത്ത വ്യാപനത്തിനെതിരെ ശക്തമായ നടപടികളുമായി ആരോഗ്യവകുപ്പ്. ഈ വർഷം ഇതുവരെ 2000 കേസുകളാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള കുടിവെള്ള ഭക്ഷണ വിതരണം മഞ്ഞപ്പിത്ത വ്യാപനത്തിന് കാരണമാകാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. കിണറുകളിൽ നിന്നും മറ്റു കുടിവെള്ള സ്രോതസ്സുകളിൽ നിന്നും ശുദ്ധീകരിക്കാത്ത വെള്ളം നേരിട്ടെടുത്ത് പാനീയങ്ങൾ തയ്യാറാക്കാനും സാധ്യതയുണ്ട്. ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത ഹെപ്പറ്റൈറ്റിസ് എ അഥവാ മഞ്ഞപ്പിത്ത കേസുകളിൽ നല്ലൊരു ശതമാനം ഇത്തരത്തിലാണ് പകർന്നിട്ടുള്ളത്. ഹെൽത്ത് കാർഡ് ഉള്ളവർ മാത്രമേ ഭക്ഷണ കുടിവെള്ള വിതരണം നടത്താൻ പാടുള്ളൂവെന്നും അതും കയ്യുറ ധരിച്ചുകൊണ്ടാണെന്ന് ഉറപ്പുവരുത്തണമെന്നും നിഷ്കർഷിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ആസ്പിരേഷൻ ബ്ലോക്ക് പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പ്രദർശന വിപണന മേളയ്ക്ക് പാലക്കാട് കോട്ട മൈതാനത്ത് തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ ഉദ്ഘാടനം ചെയ്തു. അട്ടപ്പാടി, കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ പരിധിയിലുള്ള സൂക്ഷ്മ ചെറുകിട സംരംഭകരുടെ ഉൽപ്പന്നങ്ങളാണ് പ്രദർശന വിപണന മേളയിലുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് ഒന്നാം ഓണദിവസമായ വ്യാഴാഴ്ച റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും. ഈ മാസത്തെ റേഷൻ ഇന്നു മുതൽ ലഭ്യമാകും. അന്ത്യോദയ അന്ന യോജന കാർഡുടമകൾക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമുള്ള ഓണക്കിറ്റ് വിതരണം ഈ മാസവും ഉണ്ടാകും. സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഓണം വാരാഘോഷത്തിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ചലച്ചിത്ര താരങ്ങളായ ബേസിൽ ജോസഫും ജയം രവിയും മുഖ്യാതിഥികളാകും. സെൻട്രൽ സ്റ്റേഡിയം, മ്യൂസിയം ഉൾപ്പെടെയുള്ള 33 വേദികളിലായി ഈ മാസം 9 വരെ വിവിധ കലാപരിപാടികൾ വാരാഘോഷത്തോടനുബന്ധിച്ച് അരങ്ങേറും. ഈ വർഷത്തെ ഓണം ടൂറിസം വാരാഘോഷത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇന്ന് വൈകുന്നേരം പ്രദർശന വടംവലി മത്സരം നടക്കും. MLA മാർ, സർക്കാർ ജീവനക്കാർ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. നഗരത്തിലെ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം വൈകുന്നേരം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കും. ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ ഭാഗമായി നിയമസഭാ മന്ദിരവും പരിസരവും വൈദ്യുത ദീപാലങ്കൃതമാക്കുന്നു. നാളെ മുതൽ ഈ മാസം 9 വരെ വൈകുന്നേരം 6:30 മുതൽ രാത്രി 10 മണി വരെ പൊതുജനങ്ങൾക്ക് നിയമസഭാ മന്ദിര പരിസരത്ത് പ്രവേശനത്തിന് അനുമതി നൽകിയിട്ടുണ്ട്. വിശപ്പ് രഹിത ഓണക്കാലം എന്ന ലക്ഷ്യത്തോടെ നാഷണൽ സർവീസ് സ്കീം സംസ്ഥാന വ്യാപകമായി ഓണക്കിറ്റുകൾ സ്നേഹസമ്മാനമായി നൽകുന്നു. കരുതലോണം നല്ലോണം എന്ന ആശയത്തിലൂന്നിയ പരിപാടി പാർശ്വവൽക്കരിക്കപ്പെട്ട ജീവിതങ്ങളെ ചേർത്ത് നിർത്തുകയാണെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. മാതൃകാപരമായ ഇത്തരം പ്രവർത്തനങ്ങൾ തുടർന്നും ചെയ്യാൻ NSS ഭാരവാഹികൾക്ക് സാധിക്കട്ടെയെന്നും മന്ത്രി ആശംസിച്ചു. ഓണം പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ വൈകിട്ട് 5-ന് തുറക്കും. നട തുറക്കുന്ന നാളെ പൂജകൾ ഉണ്ടാകില്ല. തിരുവോണ പൂജകൾ 5-ന് നടക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. ഓണത്തോടനുബന്ധിച്ച് ഉത്രാടം, തിരുവോണം, അവിട്ടം നാളുകളിൽ സന്നിധാനത്ത് വിഭവസമൃദ്ധമായ ഓണസദ്യയും നടക്കും. ഉത്രാട ദിനത്തിൽ ശബരിമല മേൽശാന്തിയാണ് ഭക്തർക്കായി ഓണസദ്യ നടത്തുന്നത്. തിരുവോണ നാളിൽ ദേവസ്വം ജീവനക്കാരും, അവിട്ടം ദിനത്തിൽ സന്നിധാനത്ത് ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെയും വകയായി ഓണസദ്യ നടക്കും. ഓണക്കാല പൂജകൾ പൂർത്തിയാക്കി ചതയ ദിനമായ 7-ന് രാത്രി 9-ന് നടയടയ്ക്കും. അന്നേ ദിവസം രാത്രി 9:50 മുതൽ ചന്ദ്രഗ്രഹണം ആയതിനാലാണ് നട നേരത്തെ അടയ്ക്കുക. ഓണത്തിന് മുന്നോടിയായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പരിശോധന പുരോഗമിക്കുന്നു. പാലക്കാട് ജില്ലയിലെ വാളയാർ, മീനാക്ഷിപുരം അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ ഉൾപ്പെടെ 80 കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി. ചെക്ക് പോസ്റ്റുകളിൽ നടത്തിയ പരിശോധനയിൽ 86 ക്ഷീര സാമ്പിളുകൾ ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു. കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഉച്ചയ്ക്ക് 2:30-ന് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ നേരിടും. വൈകുന്നേരം 6:45-ന് തൃശൂർ ടൈറ്റൻസ് അദാനി ട്രിവാൻഡ്രം റോയൽസുമായി ഏറ്റുമുട്ടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 361 പോയിന്റ് ഉയർന്ന് 80,726-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 121 പോയിന്റ് നേട്ടത്തിൽ 24,746-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 160 രൂപ വർദ്ധിച്ച് 77,800 രൂപയും ഗ്രാമിന് 9,725 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് തിരുവാരൂരിൽ തമിഴ്നാട് കേന്ദ്ര സർവകലാശാലയുടെ 10ാമത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യും. ആഗോള വെല്ലുവിളികൾ നേരിട്ടപ്പോഴും 7.8% GDP വർധന നേടാൻ ഇന്ത്യയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമികോൺ ഇന്ത്യ 2025 പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. നാളികേരത്തിന്റെ അനന്ത സാധ്യതകൾ തിരിച്ചറിയുകയെന്ന പ്രമേയവുമായി ഇന്ന് ലോക നാളികേര ദിനം. മികച്ച കാർഷിക ഉൽപാദനത്തിന് ശാസ്ത്രീയമായ ജല ഭൂവിനിയോഗം ഉറപ്പുവരുത്തണമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ.
സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ശക്തമായ പ്രതിരോധ നടപടികൾ തുടർന്ന് ആരോഗ്യവകുപ്പ്. തിരുവോണത്തിന് ഇനി 3 നാൾ. നാടെങ്ങും ഓണാഘോഷ തിരക്കിൽ. ഓണം വിശേഷാൽ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്ന് 2 മത്സരങ്ങൾ. കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെയും തൃശൂർ ടൈറ്റൻസ് അദാനി ട്രിവാൻഡ്രം റോയൽസിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.